തുടങ്ങിയോ. ചങ്ങായിമാരെ, വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തിയേറ്ററിൽ പോയി ആസ്വദിച്ചു കേട്ടോ. എൻ്റെ കൂടെ ഹരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വിഷ്വൽ പാർട്ട് ഹരിയോട് ചോദിക്കായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു. എനിക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ഹരിയാണ് എനിക്ക് കൂടുതൽ എല്ലാം വിശദീകരിച്ച് തന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു മൊത്തത്തിലുള്ള വിഷ്വൽ? എല്ലാവരും കാണാൻ നല്ല ഭംഗിയായിരുന്നു, നല്ലൊരു കളർഫുൾ പരിപാടിയായിരുന്നു. അല്ലെ, നമ്മൾ പാട്ടും ഒക്കെ കേട്ട് നല്ല. എനിക്ക് മ്യൂസിക് കിട്ടില്ല, മ്യൂസിക് ആയിരുന്നു ഭയങ്കര. വിനീത് ശ്രീനിവാസന്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ഫീൽ ചെയ്യും. ഭയങ്കര എല്ലാ സിനിമയാണെങ്കിലും ഒരു മ്യൂസിക്കൽ സിനിമയാണ്. എല്ലാവരും ഷാൻ റഹ്മാനെ മ്യൂസിക് വിചാരിച്ചു, പക്ഷേ ഷാൻ റഹ്മാനല്ല, പുതിയ മച്ചാനാണ്. എന്താ പേര്? അമൃത. കിടിലൻ മ്യൂസിക്, ഭയങ്കര ഫീൽ. നമ്മൾ പേഴ്സണൽ കണക്ട് ആയില്ല, നമുക്കൊരു കണക്റ്റ് ആവുന്ന ഒരു കഥയും അത് രീതി നമ്മുടെ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഫീൽ ആവുക സിനിമയുടെ ഓരോ കാര്യങ്ങളൊക്കെ. അതെ, അങ്ങനെയാണല്ലോ. ആ ഒരു സൗണ്ടിങ്ങിനനുസരിച്ച് നല്ല രീതിയിൽ മ്യൂസിക് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട്. 14 പാട്ടൊന്നും അറിയുന്നില്ല. അതെ, കിടിലൻ സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താ പറയുക ഹരി, ചെറിയൊരു സാധനം കണ്ടുപിടിച്ചു. എന്താ? ഈ അവസാനം ഈ ധ്യാനിന്റെ വോയിസ് മോഡുലേഷൻ, അല്ലെങ്കിൽ ധ്യാന്റെയും പ്രണവിന്റെയും വോയിസ് മോഡുലേഷൻസ് അവസാനം ആകുമ്പോൾ വയസ്സായിട്ടൊരു ഒരു അപ്പിയറൻസ് ഇല്ലേ, അതില് കുറച്ച് നമുക്ക് അതായത് വയസ്സായിരിക്കുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ഒരു വയസ്സനായിട്ട് തോന്നുന്നില്ല. അതായത് ആ ഒരു ശബ്ദത്തിൽ ഒരു പഴയ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ഒരാളുടേതായിട്ട് നമുക്ക് തോന്നുന്നില്ല. രണ്ടുപേരുടെയും, ധ്യാന്റെ ആണെങ്കിലും പ്രണവിന്റെ ആണ്. അതെ, അത് ഞാൻ ആദ്യം അങ്ങനെ ഒബ്സർവ് ചെയ്തില്ല. കാരണം നമ്മൾ ആ ഒരു മൊത്തത്തിലെ ഒരു മാജിക്കിൽ നമ്മൾ അലിഞ്ഞു പോകും. പക്ഷെ ഇടയിൽ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. ആ സർപ്രൈസ് എലമെന്റ് വന്ന് നമ്മളെ ഈ ഏജിന്റെ ഒരു സംഗതി നമ്മൾക്ക് ഇൻജക്ട് ചെയ്ത് തരും. ആ സർപ്രൈസ് ചെയ്യുന്ന മനുഷ്യൻ വരുമ്പോഴാണ് നമുക്ക് ഇവരിലൊരു ഇങ്ങനെ ഒരു മിസ്സിംഗ് ഉണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതാരാ നമ്മൾ പറയുന്നില്ല. അതെ, കിടിലൻ ഒരു ഇഷ്ടമായി. ഈ ഒരു ചെറിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കായിരുന്നു. പക്ഷെ അതൊന്നും സിനിമയുടെ ആസ്വാദനത്തിന് ബാധിക്കുന്നൊന്നുമില്ല. കിടില സിനിമ, തിയേറ്റർ വാച്ച് എല്ലാ രീതിയിലും നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കോമഡി എല്ലാം. നിവിൻ പോളിയുടെ കാറാട്ടാ ശരിക്കും പറഞ്ഞ കിടുക്കാച്ചി പടം. സെൽഫ് ട്രോൾ എല്ലാവരും സെൽഫ് ട്രോൾ, രക്ഷയില്ല. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം കേട്ടോ ഈ പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചിരിച്ച് നമ്മളൊരു വഴിയും. അതെ, ശരി എങ്കിലേ. Ta ta ta.